ഹോൾഡിംഗ് ഓഫ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഗിന്നസ് വേൾഡ് റെക്കോർഡുള്ള സാധനം ഇത്. റബ്ബർ ബാൻഡ് ഇട്ടാണ് കുട്ടികളുടെ. ഇതിന് മുകളിൽ ഫുള്ളും സോളാറിൻ്റെ പാനൽ വെച്ചിരുന്നുണ്ട്. വെളിയിൽ ഇറങ്ങി കാണാനായിട്ട് അടിപൊളി. എനിക്ക് അകത്ത് കയറാൻ പറ്റില്ല, ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം നമ്മൾ ഡോമിൻ്റെ അകത്ത് നിൽക്കുകയാണ് കഴിച്ചത്. അതാണ് കൺട്രോൾ റൂം. പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ രണ്ടാമത് വരിക ഡോമിൻ്റെ ഫ്രണ്ടിൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോമിൻ്റെ അകത്ത് നിന്ന് കയറാൻ പറ്റും. നമ്മൾ അന്ന് വന്നപ്പം നമ്മൾ ഡോമിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാത്തൊരു ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം വെച്ചാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലെങ്കിൽ ആരും ലൈക്ക് ചെയ്യുന്നില്ല. രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ കാര്യം 2-3 പാട്ടൊക്കെ വെച്ച് ചരിത്രം പോയി ആ സൈഡിലാണ് ഭീമാകാരമായ ഡോമിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 6 മണി 6 ലൈസർ ഷോ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചത്. പ്രൊജക്ടറാണ് പ്രൊജക്ടറല്ല, ജസ്റ്റ് ഒരു ലൈസറാണ് ഇത് കേട്ടോ. ലൈസർ വന്ന് അടിച്ച് ആ ഒരു ഇമേജ് പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സെൻറ്ററിലാണ് ആ സ്റ്റേജ് വരുന്നത്. ആ സ്റ്റേജാണ് കറങ്ങുന്ന സ്റ്റേജാണ്. സെൻറ്ററിൽ നിന്ന് കറങ്ങും, പൊങ്ങി വരും, താഴെ നിന്നൊക്കെ ആൾക്കാർ പൊങ്ങി വരും. അങ്ങനത്തെ ഒരു സ്റ്റേജാണ്. നമുക്ക് ആദ്യം എന്തായാലും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇതിൻ്റെ അകത്തൊന്ന് കയറാൻ വേണ്ടി. അന്ന് വന്നിട്ടും എനിക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. ഇപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് കയറാൻ പറ്റി. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ 360 പ്രൊജക്ടർ ഡോം എന്ന് പറയുന്നുണ്ട്. എന്തുമാത്രം വലുതാണെന്ന് എനിക്കിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ഒരാളെ വെച്ചതാണ് ഈ നിൽക്കുന്ന ആളൊക്കെ അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ആൾക്കാർ നടക്കുന്നതും സൈക്കിളിൽ പോകുന്നതും അല്ലെങ്കിൽ നമുക്ക് അവിടെയാണ് ആൾ ഇരിക്കുന്ന സാധനം വെച്ച് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. മനസ്സിലാവും. സമാധാനമായ ഒരു റൂമാണ് ഈ കാണും. ഇതാണ് നടുക്ക് സെൻറ്റർ വരും. മറ്റേ സ്പീക്കേഴ്സും കാര്യങ്ങളും ലൈറ്റും ഷോയും അങ്ങനെ വെച്ചിട്ട് ചെയ്യും. നല്ല ഇതിലൊരു ഗാർഡൻ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട്. സാധാരണ നമുക്കിത് മരുഭൂമിയുടെ നടുക്കാണ് നിൽക്കുന്നത്. നമ്മൾ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. ഏകദേശം 19 ഡിഗ്രി വരും മറ്റേ ടെമ്പറേച്ചർ വരുന്നത്. യു എയിലെ പൗലിയൻ അന്ന് വന്നിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത് പൗലിയനാണ്. അത് യു എയിലെ പൗലിയൻ. എന്തായാലും ഞാൻ അതിൻ്റെ അടുത്ത് വരെ അകത്ത് കയറാൻ പറ്റത്തില്ല. നല്ല രസമാണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം ഡോം എന്തായാലും ഞാൻ രാത്രി നോക്കട്ടെ. ഇവർ ലൈസർ ഷോ കാണിക്കുന്നെങ്കിൽ ഞാൻ വന്ന് കാണിക്കും. ഇതിന് മുകളിൽ ഫുള്ളും സോളാറിൻ്റെ പാനൽ വെച്ചിരിക്കുന്നുണ്ട്. ഇതൊരു ഡ്രിങ്കിങ് എന്തോ എനിക്ക് തോന്നുന്നു ലിക്കറും ഡ്രിങ്കിങ് ഇല്ലേ ആ സംഭവം ആണെന്ന് തോന്നുന്നു. ഈ എവിടെ കൈസ് ഫൗണ്ടൻ. ഇതാണ് നമ്മുടെ ഒരു ഫൗണ്ടൻ വന്നത്. ഈ ഫൗണ്ടൻ ഞാൻ അന്ന് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ്. പക്ഷേ ഞാൻ അന്ന് നടന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ഫൗണ്ടനൊക്കെ ഓണാണ്. നമുക്കിത് അവിടെയൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നിന്ന് കുറച്ച് റീലുകളും കാര്യങ്ങളും കണ്ടിട്ടില്ലേ. അവിടെ എല്ലാം കെട്ടി മറച്ചേക്കുക. കുറേ സൈക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ. വിദേശികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം അങ്ങോട്ട് കയറ്റത്തില്ല കേട്ടോ. അപ്പോൾ സാധാരണ നമുക്ക് അവിടം വരെ കയറി നിൽക്കാനൊക്കെ പറ്റുന്ന രീതിയിലായിരുന്നു. ഇന്ന് വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് വന്ന് എല്ലാം കാണാൻ പറ്റും. ഇന്നിപ്പോൾ ഒരെണ്ണത്തിന് ടിക്കറ്റ് ഇല്ല, ഒരു ഭാഗത്തേക്കും ടിക്കറ്റ് ഇല്ല. അന്ന് പല സ്ഥലത്തും കയറാൻ ടിക്കറ്റ് വേണമായിരുന്നു. ഇപ്പോൾ ടിക്കറ്റൊന്നുമില്ല. നമുക്ക് ഡോമിൽ ലൈറ്റും ലൈസർ മാത്രമേ ഉള്ളൂ. എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. എന്തായാലും കൊള്ളാം കേട്ടോ. അടിപൊളി ഭംഗിയാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വെള്ളം വീഴുന്നത് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് കുറച്ച് ഷോർട്സ് എടുക്കണം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് റീലുകളൊക്കെ ഇടാൻ വേണ്ടി കുറച്ച് ഷോർട്സ് എടുക്കാൻ മതി. കയറി അടുത്ത സ്ഥലത്തോട്ട് പോവുക. കാണാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. എന്തായാലും നമുക്ക് അതെല്ലാം കണ്ടിട്ട് ചെറുപ്പം ഒരു ദൂരെ കാണുന്നുണ്ടോ. ഇതാണ് മലേഷ്യയിലെ പൗലിയൻ കേട്ടോ. കുറേ പൗലിയൻ നമ്മൾ കണ്ടില്ലായിരുന്നല്ലോ. ഇവിടെ കണ്ട ഇതാണ് നമ്മളെ 360 ഒബ്സർവേഷൻ ടെക്ക് എന്ന് പറയുന്നത്. 160 ദീർഘമാണ് ഇതിൻ്റെ അകത്ത് കയറാൻ കേട്ടോ. താഴെ നമ്മൾ അവിടെ പേ ചെയ്യുക. കൊച്ചുപിള്ളേർക്കാണെങ്കിൽ 130 അങ്ങനെ എന്താണ്ട് വരും. കയറിക്കാൻ ഇതേ കണക്ക് 360 ആയിട്ട് ഇങ്ങനെ കറക്കി ഫുള്ളും കാണിക്കും. റബ്ബർ ബാൻഡ് ഇട്ടാണ് കുട്ടിയുടെ. നല്ല രസമുണ്ട് കേട്ടോ. ഏതോ രാജ്യത്തെ പൗലിയനാണെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ള് CCTV ക്യാമറ കേട്ടോ. ഭയങ്കര ഇരുട്ടും ഭയങ്കര എല്ലാ സെക്യൂരിറ്റി എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. എനിക്കൊന്ന് ഡോമിൽ പ്രോഗ്രാം തുടങ്ങിയെന്ന് തോന്നുന്നു. ആ ഡോമിൽ പ്രോഗ്രാം തുടങ്ങി. നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയി ഡോമിൻ്റെ ഒരു പ്രോഗ്രാം കാണാം. ഇതല്ല റബ്ബർ ബാൻഡ് ഇട്ടാണ് ഇരിക്കുന്നത്. ആ ഡോമിലിപ്പം ലൈസർ ഷോ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുക. ചെറിയ നോർമൽ ലൈസർ ഷോ മാത്രമേ ഉള്ളൂ. നോക്കട്ടെ പുതിയത് വല്ലതും ഉണ്ടോ ഇല്ലയോ നമുക്കറിയാം. ഏകദേശം 6 മണിയാകുമ്പോൾ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. കറക്റ്റ് 6:15 തുടങ്ങുമെന്ന് പറഞ്ഞു. കറക്റ്റ് 6:15 ആയപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അടുത്ത് പോയി നിന്നിട്ട് നോക്കട്ടെ. റോവിൻ നല്ല ഹോട്ടലും പിന്നെ സ്റ്റേയും കാര്യങ്ങളും ആൾക്കാരൊക്കെ വന്ന് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. ഞങ്ങളിതാ ഡോമിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഗായ്സ് ഒരു രക്ഷയില്ല.
ആദ്യമായിട്ടോ ഞാൻ ഈ ഡോമിൻ്റെ അകത്തോട്ട് കയറുന്നത്. ഇത് ചെറിയൊരു മ്യൂസിക് മാത്രം ഇട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുകയാണ്. ഓ ഗായ്സ്, ഒരു മായാലോകം എന്നൊക്കെ പറയുന്ന പോലെ കണ്ടോ. ഇതാണ് ഡോമിൻ്റെ ഒരവസ്ഥ. പഴകൊണ്ടാരമായ ഡോമാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് ലൈസൻസ് തീർന്നു തോന്നുന്നു. ഇനി ഒരു ഏകദേശം അരമണിക്കൂർ കൂടുമ്പോൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോമിൻ്റെ അകത്ത് ആ സ്റ്റേജിൻ്റെ ആ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നത് കണ്ടോ. ഇതെന്ത് ഭംഗിയെന്ന് നോക്കി ഇവിടെ കാണാൻ. ഇവരെങ്ങനെ ഇരുന്ന് കാണും. എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ ഇരുന്ന് കാണുന്നത്. അതൊക്കെയാണ് ഗാലറിയിൽ ഇങ്ങനെ ഇരുന്ന് കാണണം. ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിരുന്നുണ്ട്. എന്ത് ഭംഗിയെന്ന് നോക്കിയേ കാണാനാകാം. ചെറിയ ലൈറ്റുകൾ, LED ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് നിന്ന് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. എവിടെയാണ് ഗാലറി, കുറച്ചേ ഉള്ളല്ലോ ഇവിടെ. ഇത് വലിയ 360 ഡിഗ്രി ആയിട്ട് ആൾക്കാർക്ക് ഗാലറിയിൽ ഇരുന്ന് കാണാൻ നിന്ന് കാണുമെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഇരുന്ന് കാണാൻ പറ്റും, ഫ്രണ്ടിൽ ഇരുന്ന് കാണാൻ പറ്റും. ടിക്കറ്റ് ഉണ്ട് കേട്ടോ പ്രോഗ്രാം നടക്കുന്ന സമയത്ത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡോമിൻ്റെ സെൻറ്ററിലാണ് ഗൈസ് നിൽക്കുന്നത്. നോക്കിയേ ഗൈസ്, അന്നും എന്താ പേ ചെയ്താണ് നമുക്കിത് കാണേണ്ടത്. ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റി ഗൈസ്. രക്ഷയില്ല. അടുത്ത ഷോയാണ് ഇത്. കുറേ ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ന്യൂ ഇയർ ക്രിസ്മസിനായിട്ട് ഇട്ട ആ ഒരു വീഡിയോ ആണെന്ന് തോന്നിയത് കേട്ടോ. എന്തുമാത്രം ഭംഗിയാണെന്നറിയോ കാണാൻ. ഒരു രക്ഷയില്ല ഗൈസ്. ആഹാ, വേറെ ഏതോ ലോകത്തേക്ക് നമ്മൾ പ്ലാനറ്റോറിയത്തിലൊക്കെ പോയില്ലേ, ആ ഒരു ഫീലാട്ടോ. ഞാൻ ഏകദേശം 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാനത് പ്ലാനറ്റോറിയത്തിൽ പോയി. ആ ഒരു ഫീലാവും. അതിനെക്കാട്ടി മുട്ടങ്കാട്ടം സ്ക്രീനാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ വന്ന് കാണണം കേട്ടോ. ഇതിപ്പോൾ ഫ്രീയാണ്. ചില സമയത്ത് ഫ്രീ ആണ്, ചില സമയത്ത് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഫ്രീ അല്ല. ഞാൻ ഇച്ചിരി വെട്ടത്തോണ്ടിരിക്കുക എൻ്റെ മുഖം കാണാൻ വേണ്ടി. ഇവിടെ ഇച്ചിരി വെട്ടമുണ്ട്. അപ്പോൾ ഗൈസ് ഇതാ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ. ഇതിപ്പോൾ ആകാശത്ത് എവിടെയോ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ആകാശത്ത് നിൽക്കുക നമ്മൾ. ഇവിടെ കുതിര എന്തെങ്കിലും ആ കാണിക്കുന്ന കേസ് ഒന്നും മനസ്സിലാവുന്നില്ല. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാണ് സ്റ്റേജ്. ഈ സ്റ്റേജിൻ്റെ ഒരു പ്രത്യേകത, ഈ സ്റ്റേജ് ഇങ്ങനെ 360 ആയിട്ട് കറങ്ങും. രണ്ടാമതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ നിന്നാണ് ഇപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം വരുന്നെങ്കിൽ ഇവിടെ നല്ല ആൾക്കാർ കയറി വരുന്നത്. ഇതിൻ്റെ അടിയിൽ നിന്നാണ് പൊങ്ങി വരുന്നത്. ഓരോ പ്രോഗ്രാമിന് വേണ്ടി ആൾക്കാർ പൊങ്ങി വരുന്നത്. ഇതിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങി വന്നിട്ട് ഇതിങ്ങനെ കറങ്ങും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേജിൻ്റെ ഫ്രണ്ട് 360 അല്ലേ, അത് എല്ലാവർക്കും കാണട്ടെ. അതുകൊണ്ട് ഈ സ്റ്റേജ് ഇങ്ങനെ കിടന്ന് കറങ്ങും. അതാണൊക്കെയായിരിക്കും അത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്, ആ ഒരു ഡാൻസും കാര്യങ്ങളും. പിന്നെ പറയാനുള്ള, നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ അടിയിലല്ല, ഈ ഇത്രയും പൗലിൽ നിൽക്കുന്നതിൻ്റെ അടിയിൽ വരെ കാർ പാർക്കിങ്ങാണ്. ആലോചിക്കുക, 2 നില കാർ പാർക്കിങ്ങാണ് ഇതിൻ്റെ അടിയിൽ. ഇത്ര ആൾക്കാർ വരുന്നവർക്ക് പാർക്ക് ചെയ്യണ്ടേ, അതിനുവേണ്ടി ഇതിൻ്റെ അടിയിൽ കാർ പാർക്കിംഗ് വരും. നമ്മൾ ബുർജ് ഖലീഫയിലൊക്കെ പോയപ്പോൾ അതിൻ്റെ അടിയിൽ കാർ പാർക്കിങ്ങില്ലേ, അതേപോലെയാണ് ഗൈസ്. എന്ത് ഭംഗിയാന്ന് നോക്കി കാണാൻ. ഇങ്ങനെ ഉണ്ട് ഗൈസ്. കാണാനാണെങ്കിൽ ഇഷ്ടംപോലെ സംഭവം ഉണ്ടല്ലോ. അവിടെ ഇല്ല, അതൊക്കെ ഹോട്ടലാട്ടോ. അവർ ലൈറ്റ് അടിക്കുന്നുണ്ട് അവിടെ. അത് ഹോട്ടലാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്യാം. ഭയങ്കരമായ ഭംഗിയാട്ടോ കാണാൻ. വെളി ഇറങ്ങി കാണാനായിട്ട് അടിപൊളി. അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. പക്ഷെ വെളി ഇറങ്ങുമ്പോൾ അതിൻ്റെ ഭീമാകാരമായ ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വന്ന ആ ഒരു വഴിയാട്ടോ. ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ. നിങ്ങൾ കാണണം ഗൈസ്. ഇതൊക്കെ ഇവിടെ വന്ന് കണ്ട കാര്യം. ദുബായിൽ വന്ന് ഇത് വേറെ പല സ്ഥലത്തും ഉണ്ട്. പക്ഷേ ദുബായിൽ വരാനാണെങ്കിൽ നമുക്ക് ഇന്ത്യക്കാർക്കൊക്കെ കുറച്ച് പൈസ മതി ദുബായ് വരെ വന്ന് കാണാനേ. നിങ്ങൾ വരുമ്പോൾ കാണണം കേട്ടോ. ഉറപ്പായിട്ട് 2020 എക്സ്പ്രോ ഉണ്ട്. മെട്രോയിൽ നേരെ വന്നിറങ്ങുന്ന ആ ഒരു സ്ഥലത്ത് അവിടെ നടന്ന് കയറിക്കുന്ന ഡോമാണ്. അപ്പോൾ ഡോമിൽ പ്രോഗ്രാം ഇല്ലെങ്കിൽ മാത്രം വരിക, എന്നാൽ മാത്രം നമുക്ക് ഡോമിൻ്റെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അകത്ത് കയറ്റത്തില്ല. നമുക്ക് വെളിയിൽ ഈ സ്ഥലത്ത്, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഫുൾ പ്രോഗ്രാമും കാണാൻ പറ്റും.
ഓക്കെ ഗൈസ്. അപ്പോൾ അകത്ത് സ്റ്റേജിൻ്റെ അകത്ത് പ്രോഗ്രാം ആണെങ്കിൽ അവർ ഫുള്ളും കൊണ്ട് മറയ്ക്കും. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എന്തായാലും നമുക്ക് ഇതാണ് UAE പൗലിയൻ വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുറേ പൗലിയൻ. നമ്മൾ അങ്ങനെ വലുതായിട്ടൊന്നും പോയൊന്നുമില്ല. ജസ്റ്റ് പോകാനാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ അങ്ങോട്ടൊന്നും വെട്ടമൊന്നുമില്ല. പക്ഷെ എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റി ഉണ്ട്, ഗേറ്റ് ഗാർഡ് ഉണ്ട്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, എല്ലാം പറഞ്ഞു തരും. ഇതാണ് ഹോട്ടൽ. നമുക്ക് ഇവിടെ വേണമെങ്കിൽ വന്ന് ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്യാം. അതിന് വേണ്ടിയാണ് അവർ ഹോട്ടൽ മനഃപൂർവ്വം ചെയ്ത് വെച്ചിരിക്കുന്നത്. കാര്യം അന്ന് എക്സ്പോ നടന്നപ്പം ഹോട്ടൽ ബുക്ക് ചെയ്യാൻ ആൾക്കാർ ക്യൂ അല്ല, അവിടെ ബുക്ക് ചെയ്യാൻ റൂം ഇല്ലായിരുന്നു ഗൈസ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ റൂമുണ്ട്, വേണമെങ്കിൽ ആൾക്കാർക്ക് വന്ന് ബുക്ക് ചെയ്യാം. അവർ കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഈ കാണുന്നതാണ് നമ്മുടെ UAE പൗലിയൻ കേട്ടോ. ഞാൻ അന്ന് വന്നപ്പോൾ എനിക്ക് ഏതാണെന്ന് പറയാൻ പറ്റിയില്ല ഗൈസ്. അടുത്ത രണ്ടാമത്തെ സ്റ്റേജ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അന്ന് വന്നപ്പോഴും നമ്മളെ ഈ സ്റ്റേജിലോട്ട് കടത്തി വിട്ടില്ല. ഇതൊരു വലിയൊരു സ്റ്റേജാട്ടോ, ഒരു വെറൈറ്റി സ്റ്റേജാണ്. മറ്റേ ഡോം പോലെ ഇരിക്കുന്നെങ്കിൽ ഇതൊരുമാതിരി കുട പോലെ ഇരിക്കുന്നത്. ഇതെനിക്കൊന്നും ഇതെല്ലാം സാറ്റലൈറ്റ് സോളാറിൻ്റെയാണ്. അതാണ് വേറെ രീതിയിലത്തെ സ്റ്റേജ് കേട്ടോ. അത് 360 കറങ്ങത്തൊന്നുമില്ല. നമ്മളിവിടെ കയറ്റി വിട്ടൊന്നുമില്ല. ഇവിടെ പ്രോഗ്രാമൊന്നും നടക്കാത്ത കാരണം അടച്ചിട്ടേക്കുക. അത് വേറെ രീതിയിൽ വെറൈറ്റി രീതിയിലത്തെ സ്റ്റേജാണ് കേട്ടോ. പിന്നെ നമ്മൾ ഗേറ്റിൽ വന്നിരിക്കുക കേട്ടോ. ഒരു ഗോൾഡൻ കളർ. ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇതിൻ്റെ അടിയിൽ പാലമാണ്. ഇതിൻ്റെ അടിയിൽ നോക്കി വണ്ടികൾ പോണ സ്ഥലമാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ വണ്ടികൾ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഇതൊരു പാലം പോലെ പണിയിട്ടിട്ട് അതിൻ്റെ അടിയിൽ കൂടെ വണ്ടികൾ പോകുന്നുണ്ട്. ഇന്ന് വന്നപ്പോൾ ഈ കമ്പി ഇങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ, ഇങ്ങനെ കിട്ടിയിട്ടില്ല. ഈ പൗലിയൻ എല്ലാം മാറ്റിയിട്ട് അവർ കുറേ സ്റ്റേഡിയവും ഓഡിറ്റോറിയം അങ്ങനെയൊക്കെ ആക്കാൻ പോകുന്നുണ്ട്. കണ്ടല്ലോ, പല പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവം അടിപൊളി രസമായിട്ടൊക്കെ നേരിട്ട് വരണം ഗൈസ്, എന്നാലേ ഒരു രസമുള്ളൂ കാണാൻ. എല്ലാം വർക്കിംഗ് നടക്കുകയാണ് ഗൈസ്. ഞാൻ ഇതെല്ലാം പൊളിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്, പക്ഷേ പൊളിച്ചു മാറ്റിക്കൊണ്ട് പോവുമല്ല, ഇവിടെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക. വലിയൊരു സ്റ്റേഡിയം അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം ആയിരിക്കും വരുന്നത്. സ്റ്റേഡിയം, ഓഡിറ്റോറിയം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ പൗലിയൻ അതേ കണക്ക് നിർത്തിയിട്ടുണ്ട്. ആ ചെറിയ പൗലിയൻ എടുത്തിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഇത് നിങ്ങൾ 2020 എക്സ്പോ എന്തായാലും അവർ മാറ്റത്തില്ല. കാര്യം ഒരു മെട്രോ തന്നെ അതിന് വേണ്ടി ഇട്ടേക്കുക. ഈ ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഇനി ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ഒരു ഡോമിൻ്റെ അകത്ത് കയറാൻ കേസ്. അപ്പം ഞങ്ങൾ ഡോമിൻ്റെ അകത്ത് കയറി. ഡോം കാണാനാണ് നമ്മൾ അങ്ങനെ വന്നത്. ഇതാണ് എൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഡോമിൻ്റെ ഒരു സംഭവം വെച്ചിട്ട് കണ്ടോ, ഇതുണ്ടല്ലോ, ഹോൾഡിംഗ് ഓഫ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ട് ഇതിന് കേട്ടോ. ലാർജസ്റ്റ് ഇൻട്രാക്റ്റീവ് ഇമേഴ്സൺ ഡോം എന്ന് പറയുന്നത് ഇത്. നിങ്ങൾ ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഗിന്നസ് വേൾഡ് റെക്കോർഡുള്ള സാധനം ഇത് 130 മീറ്റർ വിട്ടുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക. നമുക്ക് വേൾഡ് റെക്കോർഡുണ്ട്, ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് ഈ ഡോമിന്, ഈ കാണുന്ന ഈ ഡോമിന്. ഞങ്ങളിനി പോകാൻ പോവാ കേട്ടോ. അവിടെ പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് കണ്ടോ. ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഫുഡ് വേണമെങ്കിൽ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുക. നല്ല രസമായിരിക്കും ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുന്ന കാര്യം. ഒരു രക്ഷയില്ല കേസ്. ഇതിങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ആൾക്കാർ വരാതെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ 12 മണി വരെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അത്രയ്ക്ക് പ്രോഗ്രാം ഉണ്ട് ഇവിടെ. ഊഫറാണ് കേട്ടോ. അതായത് ബാസ് മാത്രം ഇത് തരും കേട്ടോ. ഇത് ഊഫറാണ് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു ഇടി വരുമ്പോൾ. ബാക്കി അവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്, സബും കാര്യങ്ങളും ഇവിടെ ഇടി വരുന്നത്, ആ ഒരു മുഴക്കം വരുന്നത്. ഒരു രക്ഷയില്ല ഗൈസ്. നിങ്ങൾ വരണം ഗൈസ്, എന്നാലേ ആ ഒരു എക്സ്പ്രഷൻ മനസ്സിലാവത്തുള്ളൂ ഗൈസ്. നമ്മുടെ ആ ഒരു ഇത് ഗൈസ് കഴിയത്തേന്നുമില്ല, ഇങ്ങനെ നിൽക്കും. നിങ്ങൾ വന്ന് കാണണം കേട്ടോ. നിങ്ങൾ വന്ന് കണ്ടാലേ ഈ ഒരു അത്ഭുതം. വേൾഡ് റെക്കോർഡല്ല, ഞാൻ ഇപ്പോഴാണ് കണ്ടത്. വേൾഡ് റെക്കോർഡാണ് ഇതിന് കേട്ടോ. വേൾഡ് റെക്കോർഡ് ആണ്. കൺട്രോൾ റൂം കേട്ടോ. ഇതാണ് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. ഇത് തന്നെ എടുക്കാൻ കുറേ സമയം എടുക്കും കേട്ടോ. ഇത് തന്നെ കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ.
ഇതിങ്ങനെ 12 മണി വരെ 12:30 വരെ ഉണ്ടെന്ന് പറയുന്നത് അതുവരെ ഇങ്ങനെ ഉണ്ട്. കാര്യം ലാസ്റ്റ് മെട്രോ പോകണ വരെ ഈ സാധനം കാണും ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. എല്ലാവരും ഇപ്പോൾ ഒരു സാഹിബ് മദാമി നടന്നു വന്നപ്പോൾ ഇല്ലേ കണ്ണൊക്കെ ഇങ്ങനെ വാവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഡോമിൻ്റെ അകത്ത് നിന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കുറേ ആഗ്രഹമായിരുന്നു എനിക്ക് ഈ ഡോം വന്ന് കാണണമെന്ന്. ആ വീഡിയോ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് അകത്ത് കയറാൻ പറ്റില്ല, ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം നമ്മൾ ഡോമിൻ്റെ അകത്ത് നിൽക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയില്ല ഗൈസ്. ഒക്കെ ആ സമയത്ത് എന്തുമായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യണം. പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം എന്ന് വെച്ചിട്ട് ഒരു അപാര സൗണ്ട് സിസ്റ്റം മേളിൽ സ്പീക്കർ വെച്ചിരിക്കുന്നത്. എന്ത് സൗണ്ട് സിസ്റ്റം എന്നറിയാവും, എനിക്കിരിക്കും അത്രയും. ഓക്കെ ഗൈസ്, നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ബൈ ബൈ. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലും. ഓരോരോ സ്ഥലത്തും ഓരോരോ സ്പോട്ട്, അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. കാര്യം ഇതേപോലെ ഇഷ്ടംപോലെ വീഡിയോസ് ഞാൻ ഇനി എൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോയും കാണുക, ഒന്ന് ലൈക്ക് ചെയ്യുക, 2 കമൻറ്റ് കൊടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ബൈ ബൈ. നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കിയേ, അതാണ് ഡോം. ആ ഡോം ലോകത്തിലെ ഏറ്റവും വലിയ ഡോമാണ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അതായത് പ്രൊജക്റ്റഡ് ലൈറ്റാണ് യൂസ് ചെയ്തത്. 360 പ്രൊജക്റ്റഡ് വേൾഡ് ലാർജസ്റ്റ് 360 പ്രൊജക്റ്റഡ് ഡിസ്പ്ലേ ആണ് ആ കാണുന്നത് ഡോം ഡിസ്പ്ലേ. അങ്ങനെ എന്താണ്ടേ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കയറിയപ്പോൾ ഞങ്ങൾ കയറി ഫ്രീ ആയിട്ട്. നമ്മൾ അവിടെ എക്സിബിഷനൊക്കെ വന്നപ്പോൾ ഞാൻ കയറിയ 150 രൂപയ്ക്കാണ്. അതൊന്നുമില്ല, ചെറിയൊരു ഡോം. അതിന് 150 രൂപ കൊടുത്താണ് ഞാൻ അവർ കണ്ടത്. നിങ്ങൾ എൻ്റെ വീഡിയോ കിടപ്പുണ്ട്, 360 ഡോം എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലത് 100 രൂപയാണെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും കണ്ട് കാണും ഗൈസ്. ഇതിൻ്റെ ഫ്രീ, ഇത് ഫ്രീ, വേൾഡ് ലാർജസ്റ്റ്, അതുമല്ല വേൾഡ് റെക്കോർഡുള്ള സാധനത്തിന് ഫ്രീ ആണ് ഗൈസ്. ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് പോയി പല സ്ഥലത്തും കയറിയിട്ടുണ്ട്, ഫ്രീ ആണ്. ഈ ലൈറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്, എല്ലാം ഫ്രീ ഗൈസ്. ഒന്നും പറയാനില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം കിട്ടിക്കാണ് ഗൈസ്. അതായത് ഇത് 2020 നടന്നതാണ്. ഇപ്പോൾ 5 വർഷം 6 വർഷം കൊണ്ട് ആവാൻ പോകുന്നു. 5 വർഷം ആവാൻ പോകുന്നു. അതിനൊപ്പം ലാഭം കിട്ടിക്കാണ്. പിന്നെ അവർക്ക് പിന്നെ ചുമ്മാ ഇങ്ങനെ ആൾക്കാർ വരുന്നു, ആൾക്കാർ കുറച്ച് അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയായിരിക്കും. നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ ഫ്രീ ഉണ്ട്, അതേപോലെ നല്ല കാശ് കൊടുത്തും. നല്ല കാശ് കൊടുത്ത് കയറേണ്ട സ്ഥലത്ത് നല്ല കാശ് കൊടുത്ത് കയറണം, ഫ്രീ ആയിട്ട് കയറേണ്ട സ്ഥലത്ത് ഫ്രീ ആയിട്ട് കയറുകയും ചെയ്യാം. അത്രയ്ക്ക് ഫെസിലിറ്റിയും കാണും. അതാണ് എനിക്ക് ദുബായെക്കുറിച്ച് പറയാനുള്ളത്.